എൻ്റെ ഉള്ളിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്, ആരും പറഞ്ഞില്ല. ഒരു മനുഷ്യനായ എല്ലാം വേണം. എന്തിനും ആൻസർ ഉണ്ട് കേട്ടോ. ഇത് എന്തെങ്കിലും ആയി തീരും. ഞാൻ ചുമ്മാ ഞാൻ ചോദിക്കുമ്പോണ്ടല്ല. ഞങ്ങൾ സിനിമയിൽ 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ, അതിലും കൂടുതൽ പ്രൊമോഷൻ ചെയ്തു ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ തമാശക്ക് പറയാറുണ്ട്. പക്ഷെ വിളിക്കാൻ പറ്റിയില്ല, സോറി. ചെറിയൊരു പരിപാടിയായിരുന്നു. വന്നവർക്ക് വേറെവർക്ക് കൊടുക്കുകയും ചെയ്തു. പോയായിരുന്നോ? അല്ല, ഞാൻ പോയി. ഞാൻ പോയില്ല. പിന്നെ എങ്ങനെ അറിഞ്ഞു വന്നവർക്കൊക്കെ കൊടുത്തു? എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞില്ല, വേറെ ആരെങ്കിലും പറഞ്ഞോളൂ. എല്ലാ കാര്യത്തിലും ഓക്കെയാണ് ആക്കി. അതുകൊണ്ട് എന്റെ നാട്ടുകാരന് എനിക്ക് അഭിമാനമാണ്. കല്യാണത്തിന് ഒന്നും ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് അവിടെ ഇരിക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തവരെ അവിടെ പോയില്ല. എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ എന്റെ പ്രവർത്തികൾ ഇഷ്ടപ്പെടാണ്ട് മാറ്റി നിർത്തുന്നവരുണ്ടാവാം. പ്രണയിക്കാൻ സമയമില്ല, സൗകര്യം. അവർക്കും താല്പര്യം. അവർക്ക് താല്പര്യം ഉണ്ടാവാം, എനിക്ക് താല്പര്യം ഇല്ല. ഞാൻ മെസ്സേജ് അയച്ചില്ല, കത്തയക്കും. ഞാനല്ല, നിങ്ങളാ മറന്നുപോയോ? നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 5 പേർക്കും സ്വാഗതം. നമസ്കാരം. നിഖില ഇരിക്കുന്നു, അനുശ്രീ ഇരിക്കുന്നു. 2 പേരോട് ഒന്നും ചോദിക്കുന്നില്ല. ഹേമയെക്കുറിച്ച് ചോദിച്ചാൽ എൻ്റെ ആൻറ്റിയാന്ന് പറയുന്നു ആദ്യമാണ്. അതുകൊണ്ട് ആ ചോദ്യമേ ഇല്ല. ഈ ഇൻട്രോ കട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പെടും. എനിക്ക് കൊടുക്കൽ വാങ്ങൽ ശീലമാണ് ഞങ്ങളിരുന്ന്. കഥ ഇന്ന് വരെയുള്ള കഥയാണ് നമുക്ക് കേൾക്കേണ്ടത്. ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ഇന്ന് വരെ ഉള്ളത്. പിന്നെ റിലീസിന് ശേഷമാണ് ഒരു നാഷണൽ അവാർഡൊക്കെ വാങ്ങിയിരിക്കുന്ന ആദ്യം ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. നമുക്കിതും അവാർഡിലേക്ക് എത്തിക്കണം. അല്ല, നമുക്ക് എത്തിക്കണം, ഞങ്ങൾക്ക് എത്തിക്കണം, പ്രേക്ഷകർക്ക് എത്തിക്കണം. നിങ്ങളല്ല, പ്രേക്ഷകർ തീരുമാനിക്കണം. ഒരിക്കലും അല്ല. പൈസ മുടക്കിയാൽ പൈസ കിട്ടണം, അത്ര മാത്രം വിചാരിച്ച് ആളുകൾ തെറ്റ് പറയാത്തൊരു സിനിമ ചെയ്യണം, അത്ര ഉദ്ദേശം. പക്ഷെ ബാക്കിയൊക്കെ പിന്നീട് സംഭവിക്കുന്നതാണ്. ഇങ്ങനെ ഫെസ്റ്റിവൽസിലൊക്കെ ആയാലും നമ്മളങ്ങനെ നമ്മൾ വിചാരിച്ചതല്ല. ഒരെണ്ണത്തിൽ അയച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു അടുത്ത അയച്ചുകൂടെയെന്ന് ചോദിച്ചു. അങ്ങനെ അയച്ചിട്ടാണ് ഫെസ്റ്റിവലുകളിലൊക്കെ പോയതും. ഒരു കൊമേഴ്സ്യൽ സിനിമയായിട്ട് ചെയ്താണ്. പിന്നെ അക്കാഡമിക്കലി ഇത്ര ട്രാവൽ ചെയ്യുമെന്ന് വിചാരിച്ചതല്ല. പൈസ മുടക്കിയ ആളുകൾക്ക് പൈസയും കിട്ടി, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു അവാർഡും കിട്ടി. അതാണ്, അത് തന്നെ ഞങ്ങൾ ഇതിലും പ്രതീക്ഷിക്കുന്നു. കഥ ഇന്ന് വരെ എന്താണ് കഥ ഇന്ന് വരെ പറഞ്ഞു വെക്കുന്നത്? കഥ ഇന്ന് വരെ സംബന്ധിച്ചൊരു പ്യൂർലി ലവ് സ്റ്റോറിയാണ്, ഒരു ഫാമിലി ബേസ്ഡ് ലവ് സ്റ്റോറി പരിപാടിയാണ്. ഇപ്പോൾ പ്രണയം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് എല്ലാ സമയത്തും ഒരു റിലവൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ആ ഒരു ഇത് ഉപയോഗിച്ചിട്ട് തന്നെ പലതരത്തിലുള്ള പ്രണയങ്ങൾ. ഇപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ ആളുകളോട് പ്രണയം തോന്നാം, പ്രായത്തിൽ മൂത്തവരോട് ഇളയവരോട് തോന്നാം, അല്ലെങ്കിൽ വൺ സൈഡ് പ്രണയം തോന്നാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രണയങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ഈ കഥ. നമ്മൾ പറയുന്നതനുസരിച്ച് കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, ഒത്തിരി ആർട്ടിസ്റ്റുകളുള്ള ഒരു നീണ്ട നിര തന്നെയുണ്ട് ഈ സിനിമയിൽ. ഇത്രയും ആർട്ടിസ്റ്റുകളെ നമ്മൾ കഥ എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തിയ ആർട്ടിസ്റ്റുകൾ തന്നെയാണോ? പിന്നീട് ഇവരോട് ചർച്ച ചെയ്ത് ആരെങ്കിലും മാറ്റേണ്ട സാഹചര്യം, വേറെ ആളുകൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഈ സിനിമയിൽ ഒരു ആർട്ടിസ്റ്റുകളെ നമ്മളങ്ങനെ ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് സ്റ്റേജിൽ മാത്രമാണ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ലാതെ അതിന് മുമ്പ് അങ്ങനെ ഒരാളെയും ഇത് ചെയ്തിട്ടില്ല. ഇവരൊക്കെ പിന്നെ നിഖിലയും അനുശ്രീയും വെച്ചാൽ നമ്മൾ മേപ്പടിയാൻ സമയത്ത് ഞാൻ ഇവരോട് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പം അന്ന് ഇവർക്ക് ചെയ്യാൻ പറ്റിയില്ല, എന്താ പറയുക, അവർക്ക് ചെയ്യാനുള്ള ഉണ്ടായിരുന്നില്ല അത്. അപ്പം അതുകൊണ്ട് ചെയ്തില്ല. പിന്നെ അതിന് ശേഷം അതുകൊണ്ട് ഇപ്പം നമുക്ക് ആക്സസ് ഉണ്ടല്ലോ, അടുപ്പമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് പെട്ടെന്ന് അവരിലേക്ക് പോയി. പിന്നെ ബാക്കി ഇവരൊക്കെ നമ്മൾ അത്തരത്തിലുള്ള ആ ക്യാരക്ടറിന് നമ്മൾ ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കുമല്ലോ. അപ്പം അത് വെച്ചിട്ട് ആ കാര്യങ്ങളിൽ ഈ നമുക്ക് കുറച്ചുകൂടെ മാച്ചായിട്ട് വരുന്ന ആരൊക്കെയാണോ അങ്ങനെ നോക്കിയാണ് കാസ്റ്റ് ചെയ്തത്. നിഖിലയും അനുശ്രീയും കണ്ടോ? മേപ്പടിയാനുള്ള ഓർമ്മയിൽ വെച്ചിട്ട് വിടാതെ പിന്തുടർന്നാണ് നിങ്ങൾക്ക് അവസരം തന്നേക്കണം. മനസ്സിലായോ? അവസാനം തന്നല്ല, കഴിഞ്ഞാൽ വിളിച്ചിട്ട് വന്നില്ല ഞാൻ. പിന്നെ ഇപ്പൊ ഇതിനകത്ത് എന്തോ പറ്റും അതിന്റെ ഇത് കാരണം വന്നു. അല്ല, വിഷ്ണു ചേട്ടൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ള വിഷ്ണു ചേട്ടന്റെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള 2 പേരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ചെയ്തു. അത് തന്നെ, എന്നോടൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ചോദിക്കണ്ട. സിനിമയുടെ കാര്യം ചോദിക്കണല്ലേ? സിനിമയിലെ ഇപ്പൊ പറഞ്ഞ കഥയിൽ അത് തന്നെ
അതേപോലെ തന്നെ മേപ്പടിയാൻ കഥ കേട്ടപ്പോൾ നമുക്ക് അതിൽ വേണ്ട ഒരു കഥാപാത്രം ഇല്ലാത്തത് കൊണ്ടായിരുന്നു. അതെ ആ സത്യമായിട്ടും അതെ. കഥ വന്ന് പറഞ്ഞപ്പോൾ അതിൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. മൊത്തം കഥ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ക്യാരക്ടർ എവിടെയൊന്നും പോലും എനിക്ക് മനസ്സിലായില്ല. ആ വേർഷൻ അല്ല അഞ്ജു അഭിനയിച്ചിരിക്കുന്നത്. അവിടുന്ന് പിന്നെ അഞ്ജു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റ് ചെയ്ത വേർഷനിലാണ് അഞ്ജുവിനുള്ളത്. അപ്പം ഞങ്ങളുടെ അടുത്ത് പറയുമ്പോൾ അത്ര പോലും ആ ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല. ആ സിനിമയിൽ എവിടെ നമുക്കൊരു ഒട്ടും പ്ലേസ്മെന്റ് ഇല്ലായിരുന്നു എന്ന് തോന്നിയതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? ഈ കഥ ഒരു ക്യാരക്ടർ പ്രത്യേകിച്ചൊന്നും തോന്നി. ഞാൻ ലവ് സ്റ്റോറികൾ ചെയ്തിരിക്കുന്നത് ഭയങ്കര കുറവാണ്. എൻ്റെ ലവ് സ്റ്റോറി സിനിമകളുണ്ട്, പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്ന ഒരു സിനിമ ആദ്യമായിട്ടാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു പുതിയ കാര്യമായിട്ട് തോന്നി. പ്രണയം തന്നെ പുതിയതായിട്ട് തോന്നി എനിക്ക് പേഴ്സണലി. അതെ, ഞാൻ ഒരാളെ പ്രണയിക്കാന്ന് പറയുന്നത് എനിക്ക് പുതിയതായിട്ട് തോന്നി. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ. അതെ അതെ അതെ. എങ്ങനെയാണ് നിങ്ങളുടെ പ്രണയം എന്ന് മനസ്സിലാക്കാൻ പറ്റും? എൻ്റെ അല്ലേ ഇത് വിഷ്ണുവേട്ടന്റെ വേർഷൻ ഓഫ് പ്രണയം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു പ്രണയമായിട്ട് വരുന്നില്ല അല്ലേ? എന്തിനും ആൻസർ ഉണ്ട് കേട്ടോ. ഇത് എന്തെങ്കിലും ആയി തീരുള്ളൂ. ഞാൻ ചുമ്മാ ചോദിച്ചു, ഇത് ഞങ്ങൾ എന്തെങ്കിലും ആയി തീരുള്ളൂ. ഞാൻ ചോദിക്കുമ്പോണ്ടല്ല. സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്യുന്നതും നിഖില വളരെ ശ്രദ്ധിച്ചാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വളരെ ശ്രദ്ധിച്ചാണ് ചെയ്ത കഥാപാത്രങ്ങൾ എടുത്തു നോക്കുമ്പോഴും വേണ്ട സബ്ജക്റ്റുകൾ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഡേറ്റ് മാറിപ്പോകുന്ന സബ്ജക്റ്റ് പിന്നീട് ആ സിനിമ കാണുമ്പോൾ എന്താണ് തോന്നുക? നമുക്ക് ഒന്നും തോന്നാറില്ല. നമുക്കത് നഷ്ടപ്പെട്ടല്ലോ എന്നങ്ങനെ ഒരു ഇല്ല. എനിക്ക് അങ്ങനെ വന്നിട്ട് എനിക്ക് ചെയ്യാൻ തോന്നിയിട്ട് ഞാൻ വിട്ട സിനിമകളില്ല. ഒന്നുമില്ല. ഇല്ല, എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ സിനിമ ഞാൻ ചെയ്തിരിക്കും. എന്ത് കഷ്ടപ്പെട്ട പിടിച്ചിട്ടാണെങ്കിലും ഞാൻ ആ സിനിമ അത് വിടില്ല നമ്മള്. ഇല്ല, ചെയ്യാൻ തോന്നിയിട്ട് എനിക്ക് ചെയ്യാണ്ടായി പോയ സിനിമകളില്ല. 100% ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. വേറെ ആരെങ്കിലും ചെയ്യുമ്പോൾ കുഴപ്പമില്ല, സന്തോഷം. സിനിമ നടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? അപ്പൊ അത് നടക്കുന്നത് തന്നെ വലിയ സിനിമ അതെ തീർച്ചയായിട്ടും. സിനിമ നമ്മളെ തേടിയാണ് സിനിമ, നമ്മൾ തേടി സിനിമയ്ക്ക് പോകാന്നുള്ള. അങ്ങനെയല്ല, നമ്മളുടെ അടുത്ത് പറയുന്ന എത്ര സിനിമകൾ സിനിമയായിട്ട് പുറത്തു വരുന്നുണ്ട്, എത്ര കഥകൾ സിനിമയായിട്ട് പുറത്തു വരും. ഒരുപാട് സിനിമകൾ നടക്കാതെ പോകുന്നുണ്ട്. ചില സിനിമകൾ ഒരുപാട് കാലതാമസം വന്ന് റിലീസാവാറുണ്ട്, അല്ലെങ്കിൽ കുറേ സിനിമകൾ റിലീസ് ആവപ്പെടാതിരിക്കാറുണ്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ ഒരു സിനിമ പുറത്ത് വരിക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അവരുടെ സിനിമ പുറത്ത് വരും, പക്ഷെ അത് അങ്ങനെ വന്നത് മോശമായി പോയി എന്ന് ഞാൻ വിചാരിക്കാറില്ല. ഈ നിങ്ങളുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ടീഷർട്ടൊക്കെ ഇട്ട് പല വേദികളിൽ കണ്ടു. നിങ്ങളെല്ലാവരും ആ ടീഷർട്ട് അണിഞ്ഞു പോകുന്നുണ്ട്. അത്തരമൊരു ടീഷർട്ട് ഇട്ട് പോയി നമ്മൾ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ, ഇതിനു മുമ്പ് അങ്ങനെ പ്രൊമോഷൻ നടന്നത് നിങ്ങളൊരു വണ്ടിയിൽ ഇന്നോവയിലാണെങ്കിലുള്ള യാത്ര, തിയേറ്ററുകളിലാണെങ്കിൽ പോകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിൻ്റെ അവിടെ കോഫി കുടിക്കാൻ വന്നപ്പോൾ അവിടെ വണ്ടിയുടെ നിങ്ങൾ ടീഷർട്ടാണ് നമ്മൾ. അത്ര ഒരു പ്രൊമോഷൻ്റെ ഭാഗമാണ്. ഈ സിനിമയോടുള്ള ഇഷ്ടമാണ്, ഈ കഥയോടുള്ള ഇഷ്ടമാണ് അല്ലേ? സിനിമയോടുള്ള ഇഷ്ടം എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. നമ്മൾ ചെയ്തു വെച്ച നമ്മൾ ഭാഗമാകുന്ന ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാണ്ട് ഒരിക്കലും ഒരു സിനിമയുടെ ഷൂട്ട് കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ ഡബ്ബിങ് കഴിയുന്നതോടുകൂടി എൻ്റെ ജോലി കഴിഞ്ഞു, നമുക്ക് പേയ്മെൻറ്റ് കിട്ടി, സെറ്റ് ചെയ്തു, തീർന്നു എന്ന് പറയുന്ന ഒരു ലാഘവത്തോടെ ഞാൻ എടുക്കാറില്ല. ഞങ്ങളാരും എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇത്രയും പ്രൊമോഷന് വരില്ല. കാരണം ഇപ്പം തന്നെ ഞങ്ങൾ അഭിനയിച്ച ദിവസത്തേക്ക് ഞങ്ങൾ എപ്പോഴും തമാശയ്ക്ക് പറയാം, ഞങ്ങൾക്ക് സിനിമയിൽ 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ, അതിലും കൂടുതൽ പ്രൊമോഷൻ ചെയ്തു എന്ന് ഞങ്ങളിങ്ങനെ ചുമ്മാ തമാശയ്ക്ക് പറയാറുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് നമ്മൾ ചെയ്യണം. നമ്മുടെ സിനിമയെ നമ്മൾ ആ ടീമിലുള്ളവർ ചെയ്തില്ലെങ്കിൽ ആരാ ചെയ്യുക? ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഇങ്ങനൊരു മൂവി വരുന്നുണ്ട്, മീഡിയ ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ പോലും ഞങ്ങളും കൂടി എഫേർട്ട് ഇട്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. പിന്നെ ഈ ചിത്രം ഞങ്ങൾക്കാണെങ്കിലും പേഴ്സണലി നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളൊരു ജോണറായിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആൾക്കാരിൽ എത്തണം. ഓണമാണ്, ഓണത്തിന് വേറെ ഒരുപാട് ചിത്രങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ മൂവിയും സേഫായിട്ട് പോവുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അല്ല, അനുശ്രീ പറഞ്ഞ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത്, നമ്മളൊരു സിനിമ ചെയ്തതിന് ഡബ്ബിങ് ചെയ്ത് പൈസ മേടിച്ച് പോകുന്നതല്ല ഒരു കലാകാരനും കലാകാരിക്കും ചേർന്നതെന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. ഞാനിപ്പം നിങ്ങളൊക്കെ പല ഇൻ്റർവ്യൂവിലും വന്നിരുന്ന് കാണുന്നതാണ്. എങ്കിലൊക്കെ ഏത് സിനിമ എടുത്താലും ആ ഇൻ്റർവ്യൂവിന് വന്ന് ഞാൻ കണ്ട്. അനുശ്രീ ഇപ്പം കുറച്ച് നാളായിട്ട് അതിന് ശേഷം നമ്മൾ കാണുന്നത് തോന്നുന്നു അല്ലേ? സിനിമയുടെ ഇല്ലായ്മ കൊണ്ടായിരിക്കാം, റിലീസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും, അഭിനയിച്ച് വെച്ചത്. പക്ഷേ നിങ്ങളൊക്കെ ഏത് സിനിമയ്ക്കും പ്രൊമോഷൻ അതൊരു ആർട്ടിസ്റ്റിൻ്റെ കടമയാണ്. പൈസ മുടക്കിയ പ്രൊഡ്യൂസറിന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു എന്താണ് പറയുക, അതിൻ്റെ ഒരു നന്മയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ എല്ലാവരും ആകേണ്ടതാണ്. ഈ അല്ലേ നിഖില, എല്ലാവരും ആകേണ്ടതാണ്. അങ്ങനെ മാറി നിൽക്കുന്ന ആളുകളുമുണ്ട്.
നിഖിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, നിഖിലയുടെ സിനിമയിലാണ് ശ്രദ്ധിച്ചിട്ടില്ല. നിഖില എന്താ സാധാരണ ശ്രദ്ധിക്കണം? നിങ്ങളല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കുള്ളൂ. നിങ്ങൾ ഇന്റർവ്യൂവിന് ആര് വരുന്നില്ല, വേറെ ഏത് സിനിമയ്ക്ക് ആര് വരുന്നില്ല, നിഖില സാധാരണ ശ്രദ്ധിക്കുന്നത് എന്താണ് സിനിമയില്? ഞാൻ കണ്ടിട്ടുള്ള സിനിമകൾക്കൊക്കെ അതിൽ ആർട്ടിസ്റ്റുകൾ പ്രൊമോഷന് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇനി പ്രൊമോഷന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വല്ല തിരക്കും കൊണ്ട് വരാത്തതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വരാത്തതാവും. അങ്ങനെ നമുക്ക് അവർക്ക് റീസൺ ഉണ്ടാവില്ലേ? റീസൺ ഉണ്ട്, എല്ലാത്തിനും റീസൺ ഉണ്ട്, അത് കൃത്യമാണ്. അതെ, ഇപ്പം എൻ്റെ സിനിമയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ അഭിനയിച്ച സിനിമയിലാണെങ്കിൽ എനിക്ക് പറയാം, പക്ഷെ വേറെ സിനിമയിലെ പ്രൊമോഷൻ അവർ വന്നില്ല എന്ന് എനിക്ക് അറിയില്ല. അല്ല, ഞാൻ പൊതുവെ പറഞ്ഞാണ് കേട്ടോ, ഈ സാധനം പൊതുവെ നമ്മൾ അല്ല, അത് ഈ പറയുന്നത് തന്നെയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ അഭിനയിച്ച സിനിമ പ്രൊമോഷൻ ചെയ്യുക എന്നുള്ളത്. നമ്മളത് അവരുടെയും ആവശ്യമാണ്, നമ്മളുടെ ആവശ്യമാണ് ആ സിനിമ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം ആ സിനിമ 4 ആൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത സിനിമ ഉണ്ടാവുള്ളൂ, ആ സിനിമ വിജയിച്ചാൽ ഞങ്ങൾക്ക് അടുത്ത സിനിമ ഉണ്ടാവുള്ളൂ എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോയി പ്രൊമോഷൻ ചെയ്യുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഉള്ളവർ തന്നെയാണ് കലാകാരനും കലാകാരി എന്ന് കണക്ക് കൂട്ടുന്ന ആളാണ്. എങ്ങനെയുണ്ട് കുടുംബജീവിതമൊക്കെ? നന്നായിട്ട് പോകുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ ഇന്നാണ് കാണുന്നത് അല്ലേ? വിളിക്കാൻ പറ്റിയില്ല, സോറി. ചെറിയൊരു പരിപാടിയായിരുന്നു. അല്ല, വന്നവർക്ക് വയറ് കുറച്ച് കൊടുക്കുകയും ചെയ്തല്ലോ. അത് അനുവാദമില്ലാതെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ ഉള്ളറയിലേക്ക് കയറേണ്ട ആരാണെങ്കിലും. അല്ല, ഞാൻ പോയി, ഞാൻ പോയില്ല. അല്ല, ഞാൻ അതിനകത്ത് യോജിക്കുന്ന ഒരാളാണ് കേട്ടോ. അല്ല, എന്നോട് കുറച്ച് വിളിച്ച് ചോദിച്ചു വന്നോട്ടെ, അപ്പൊ വരണ്ടെന്ന് പറഞ്ഞു. അവരാണ് പിന്നെ വന്നത്. അപ്പൊ അപ്പോഴാണ് പറഞ്ഞത് മോശമായിപ്പോയി എന്ന് പറഞ്ഞു. അല്ല, അത് തീർച്ചയായിട്ടും അത് നമ്മൾ അനുമതി ഇല്ലാതെ കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ ആർക്കും യോജിച്ചല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. നിഖില എന്റെ തന്നെ നോക്കണേ, ഞാൻ അനുമതി ഇല്ലാതെ പോകാറില്ല. നിഖില എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞില്ല, വേറെ ആരെങ്കിലും പറഞ്ഞോട് ചോദിക്കും. നമ്മുടെ ക്യാമറ കുമാർ പോയില്ലോ, അവിടെ സുന്ദര പോയില്ലോ, ഇവരാരും പോയില്ല. എന്താണ് പോവാന്? ഏൻ പോലെ சொல்லலையா? നല്ലൊരു കഥാപാത്രം വീണ്ടും നല്ല. എനിക്ക് തോന്നുന്നു എന്റെ നാട്ടുകാരനും കൂടെ ആണോ? എന്നിട്ടും വിളിച്ചില്ല. എന്തോ കൊള്ളിച്ചു പറയുന്ന പോലെ എന്നിട്ടും വിളിച്ചില്ലെന്ന് അവിടെ കയറി പിടിച്ചോട്ടോ. വിഷ്ണു രക്ഷയില്ലാതെ കാര്യം കയറി പിടിച്ചോട്ടോ. പറഞ്ഞല്ല, നമുക്കൊരു മറവി ഉണ്ടാവുന്നേ. ഇനി നമുക്ക് എന്തോരം ചടങ്ങുകളുണ്ടോ, നമുക്ക് കൂടാലോ. ഉറപ്പായിട്ടും ഞാൻ ഉണ്ടാവും. എങ്ങനെയും വിളിപ്പിക്കുന്നെങ്കിലാന്ന് ഇനിയുള്ള പരിപാടിക്കെങ്കിലും. എന്തിനാ നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ട് വല്ല പരിപാടിക്ക് പോണേ? ഞാൻ നിങ്ങളോട് അന്നും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള പരിപാടികളുണ്ട്. അന്ന് നിന്നോട് ഈ പല സിനിമകൾ ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ആവശ്യമുള്ള നിങ്ങൾക്ക് മൂവി പ്രൊമോഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇതുണ്ട്, പിന്നെ അവരുടെ വീട്ടിൽ കല്യാണത്തിന് പോകണം, അവരുടെ കൊച്ചിന്റെ പാല് കുടിക്കാൻ പോകണം പറഞ്ഞു. അതൊക്കെ എന്തിനാ നിങ്ങൾ പോണേ? ഞാൻ വരും അല്ലേ? സ്വാഗതം ചെയ്തു. അവസാനം ഒരു വിധത്തിൽ ഒപ്പിച്ചു. കഴിഞ്ഞ 15 മിനിറ്റിന് ശേഷം എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ചേ പറ്റൂ. സമ്മതിപ്പിച്ചെടുത്തു. അക്കിമ സിനിമയിലേക്ക് വരാം. എന്താ പറയാ? ഹക്കീമിന്റെ ഷഷ്ടിപൂർത്തി എന്തായാലും ആവശ്യത്തിനുണ്ട്, കുഴപ്പമില്ല. നല്ലൊരു സബ്ജക്റ്റ് അല്ലേ? അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ എനിക്ക് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, ഇത്രയും ക്രൂ കാസ്റ്റ് എല്ലാവരും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ പടം എന്തായാലും ബേസിക്കലി ഒരു മിനിമം ഹിറ്റ് ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ സ്റ്റോറി വെറുതായിട്ട് ഫോണിലൂടെ മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ബാക്കി കഥകൾ സിനിമയെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. എൻ്റെ കഥാപാത്രം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ, കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പോയി ചെയ്ത് അടിപൊളി സബ്ജക്റ്റാണ്. ഐ മീൻ എൻ്റെ ക്യാരക്ടർ നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. പിന്നെ ഈ ബേസിക്കലി ഞാൻ ഓക്കെ പറയാൻ കാരണം ഈ കാസ്റ്റും ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. കാരണം ഈ ജോമോൻ ചേട്ടനെ എനിക്കറിയാം, ഹാരിസ് ഖാൻ എനിക്കറിയാം, ഷമീറിനെ അറിയാം, വിഷ്ണു ബ്രോയുടെ കൂടെ ആദ്യമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ആൾക്കാരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമല്ലേ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബേസിക്കലി ആ സമയത്ത് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, ഈ വിഷ്ണുവിനെ നമുക്കറിയാം, വിഷ്ണുവിന്റെ ഒരു സിനിമയാണെങ്കിൽ സൂപ്പർ ഹിറ്റ് അടിച്ച സിനിമയാണ്, നമ്മളെല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിച്ച സിനിമയാണ്. ആ വിഷ്ണുവിന്റെ കൂടെ ചേരുവാന്ന് വെച്ചാൽ നാഷണൽ അവാർഡ് വിന്നറിന്റെ കൂടെ ചേരുമ്പോ തന്നെ പ്രസിഡന്റിന്റെ പതക്കം മേടിച്ച്, അതെ അല്ല, അത് അങ്ങനെയുള്ള ആളുകൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളിലും ഒരു കലയുണ്ടെന്ന് മനസ്സിലാക്കിയാണല്ലോ. അതാണല്ലോ ഏറ്റവും പോയത്. അല്ലെങ്കിൽ ഇവർക്ക് വേറെ ആരെയാണ് ഞാൻ, നമ്മൾ ഒരു അഭിനയത്തിന്റെ ഒരു കലയുണ്ട്, നമുക്ക് ഈ സിനിമയ്ക്ക് പറ്റിയ ഒരാളാണെന്ന് അറിഞ്ഞ് തന്നെയാണ് വിളിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. തന്നെ സെലക്ട് ചെയ്യാൻ തോന്നിയത് വളരെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്.
അതൊക്കെയാണ് വിഷ്ണുവിന്റെ മനസ്സ്. ഞാൻ അക്കിയ പ്രണയവിലാസം ആരും ഞാൻ നമ്മുടെ സാരിസ്കെ ഞാനിവിടെ പ്രണയവിലാസം കണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അന്ന് കണ്ടപ്പോഴാണ് നമ്മൾ അക്കിയെ കുറിച്ച് ആലോചിച്ചത്. പിന്നെ ഈ അടിയിട്ടി പടമായിട്ട് കടവനായിട്ട് വന്ന് ഗംഭീരമായിട്ട് തകർത്ത് ആടിയ ഒരാളും കൂടിയാണല്ലോ കടവൻ. പക്ഷെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് ചെയ്ത പടമാണല്ലോ. പാർലി ചെയ്തോണ്ടിരുന്നു. ആക്ഷൻ എല്ലാ കാര്യത്തിലും ഓക്കെയാണ് ആക്കി. അതുകൊണ്ട് എന്റെ നാട്ടുകാരന് എനിക്ക് അഭിമാനമാണ്. ചെറിയൊരു പരിപാടിയായിരുന്നു. സമ്മതിക്കുന്നില്ല. ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അതെ, നിങ്ങളല്ലേ ചോദിച്ചത് കല്യാണത്തിന് എന്താ വിളിക്കാൻ? ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചോ നിങ്ങളെന്താ കല്യാണത്തിന് ഒന്ന് സത്യം ചോദിച്ചോണ്ടാണല്ലോ ഇത്രയും ഡിസ്കഷൻ ഉണ്ടായത്. നിങ്ങള് നാട്ടുകാരും ബന്ധുക്കളും ഇത്ര അടുപ്പമുള്ളവരൊക്കെ ആയിട്ട് വരും. എന്റെ കൂടെ ഒരു പടം ചെയ്തിരുന്നു, പക്ഷെ എന്നെ വിളിച്ചു. അതിനുള്ള ഒരു പരിപാടിയില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നു കല്യാണത്തിന്? ഇല്ല, ഞങ്ങൾ അത്രയും പരിചയമൊന്നുമില്ല. അതെ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയമില്ല. പരിചയം ഉണ്ടായിട്ട് നിങ്ങളെ വിളിച്ചിട്ടില്ല. ഞാൻ ഞാൻ വിട്ടട്ടെ. ഇനി ഞങ്ങൾ നാട്ടുകാർ കല്യാണത്തിന്റെ കാര്യം എടുത്തിടല്ലോ കേട്ടോ. ഇനി മേലാൽ ആരുടെയും കല്യാണം കഴിഞ്ഞോ, എന്താ കല്യാണം കഴിക്കാത്ത, കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെങ്കിലും ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. നിങ്ങൾ മാട്രിമോണിയിലൊന്നും അല്ലല്ലോ നടത്തുന്ന, യൂട്യൂബ് ചാനലല്ലേ, കണ്ടല്ലേ. പറ അടുത്തത്. കേട്ടല്ലേ, ഇതാണ് അനുവിന്റെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. അങ്ങോട്ട് പറഞ്ഞു, എന്റെ അടുത്ത് പറയണ്ട. എങ്കിലും ഒന്നും ഇവിടെ ഇരിക്കണം. ഇല്ല, എനിക്ക് അവിടെ ഇരിക്കണം. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തവരെ അവിടെ ജസ്റ്റ് മിസ്സായി. 2 ദിവസം മുമ്പ് അതിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അയ്യോ, പോയില്ല, വിളിച്ചില്ല. എന്തെങ്കിലും തീരുമാനം ഉറപ്പാ. എന്തൊരു ദിവസം ഏതൊരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എന്നെ കണ്ടപ്പോ നിഖില ഇപ്പോൾ എയറിലാണ്. ഞാൻ പറഞ്ഞു ഞാനല്ല, നിങ്ങളാ. മറന്നുപോയതാ. പറയൂ, നല്ലൊരു കഥാപാത്രത്തിലേക്ക് കിട്ടി അല്ലേ? സിനിമയിലെ കഥാപാത്രം എന്താണ് പറയാൻ പറ്റുമെന്ന് ഡയറക്ടർ പറയാം. ഉറപ്പായിട്ടും കഥാപാത്രം ഈ പറയുന്നത് ഒരു പ്രണയ സിനിമയാണ്. പലതരത്തിലുള്ള പ്രണയം സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് പ്രണയങ്ങളുള്ള ഒരു സിനിമയാണ്. അപ്പം അതിൽ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ക്യാരക്ടർ പേര് ഉണ്ണി. അനു ആക്ച്വലി കുറെ ത്രില്ലർ ജോൺ അങ്ങനത്തെ സിനിമകളാണ് നമ്മൾ ചെയ്തത്. എനിക്കൊന്ന് പ്രണയം ചെയ്യുന്ന ആദ്യമായിട്ടല്ലേ, പ്രണയം ആദ്യമായിട്ടാണ്. എന്നെ ബേസിക്കലി അട്രാക്ട് ചെയ്തത് അതാണ്. ഞാൻ ചെയ്ത സിനിമകളെല്ലാം ഒരു സീരിയസ് പടങ്ങളോ അല്ലെങ്കിൽ ത്രില്ലർ ജോണറുള്ള സിനിമകളാണ്. അപ്പോൾ അതിനകത്തൊരു പ്രണയം വന്നപ്പോൾ അത് ഒരു ഫ്രഷ് ആയിട്ട് ഞാൻ ചെയ്യാത്ത ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ ഈ പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഒരുമിച്ച് ക്ലബ്ബാവുന്ന ഒരു സിനിമയാണ്. ഒരുപാട് പേരെടുത്ത് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പം അത് വലിയ സന്തോഷമായിരുന്നു. ഈ വിഷു പറഞ്ഞാൽ പ്രണയം പല രീതിക്കാണല്ലേ, പല രീതിക്കുള്ള പ്രണയങ്ങൾ. ഒത്തിരി പ്രണയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്നും വേറിട്ട് ഈ പ്രണയ സിനിമ നമ്മൾ എങ്ങനെയാണ് പ്രേക്ഷകരിൽ സ്വീകരിക്കാവുന്ന ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ട്? അതായത് ഇപ്പം പല കാറ്റഗറി, ഇപ്പം കൂടുതൽ ഇപ്പം പുതിയ ജനറേഷൻ ഇപ്പോൾ ഓരോ സമയത്ത് ഈ പ്രണയത്തിന്റെ രീതികൾ മാറുമല്ലോ. അപ്പം ഇപ്പം ഞാൻ ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടാർഗറ്റ്, ഞാൻ മേപ്പടിയാൻ കണ്ട് ഇഷ്ടപ്പെട്ട ഓഡിയൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ട വലിയൊരു ഭാഗം ഓഡിയൻസ് ഉണ്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള. അങ്ങനത്തെ ഒരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. നമ്മൾ ഒരു ഇപ്പം ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ ഇതിനകത്തെന്ന് വെച്ചാൽ ഇപ്പം മറ്റിപ്പം സീൻ ബൈ സീൻ മറ്റു തരത്തിലുള്ള പ്രണയം, ഹ്യൂമർ അങ്ങനത്തെ പോകുന്നതിനൊക്കെ എന്ത് ഡെപ്ത് ഉള്ളൊരു സ്റ്റോറി, ഒരു സ്റ്റോറിക്കാണ് ഇമ്പോർട്ടൻസ്. ആ ഒരു സ്റ്റോറി ഇത് ചെയ്തിട്ടാണ് നമ്മൾ ആ സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ട് ഓഡിയൻസ് ആണെങ്കിലും ഇപ്പം ചിലപ്പോൾ എല്ലാവർക്കും കണക്റ്റ് ആവും, പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയായി. പിന്നെ നമ്മുടെ ഒരു ഗ്യാരണ്ടി, ഇപ്പം സിനിമ കഴിഞ്ഞ് സെൻസറായ കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇപ്പം സിനിമ കുറച്ചൊരു കണ്ടവരായാലും നമ്മുടെ ആയാലും ഒരു ഇതെന്ന് വെച്ചാൽ സിനിമ കണ്ടിറങ്ങുന്ന ഒരാള് മോശം പടം എന്ന് പറയില്ല എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ട്. പിന്നെ ആസ്വാദന ലെവലിനനുസരിച്ച് ഓരോരുത്തർക്കും കൊള്ളാം, അല്ലെങ്കിൽ നന്നായി, അല്ലെങ്കിൽ സൂപ്പറാണ് എന്ന് പറയുന്ന ലെവല് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. പക്ഷെ ഒരാൾ കണ്ടിറങ്ങി പർപ്പസ്ഫുള്ളി പറഞ്ഞില്ലെങ്കിൽ ആരും കുറ്റം പറയില്ല എന്നൊരു ഉറപ്പ് ആസ് എ ഡയറക്ടർ എനിക്ക്. തീർച്ചയായും എനിക്കൊരു മേപ്പടിയാൻ സിനിമയൊക്കെ നമ്മൾ കണ്ടുകൊള്ളു. നമുക്ക് മേപ്പടിയാനിലെ പല സീനുകളും നമ്മുടെ മനസ്സിൽ പെടും. നമുക്ക് മേപ്പടിയാൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ക്ലൈമാക്സ് ആണ്.
അപ്പൊ ഇതിലും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ഒരു കല എന്ന് പറഞ്ഞാൽ അതാണ്, നിങ്ങളുടെ ഒരു കല അതാണ്. ഞാൻ കാണുന്നത് ഡയറക്ടറിന്റെ കല അതാണ്. അല്ല, സ്വാഭാവികമായിട്ടും നമ്മള് ഞാൻ പറഞ്ഞില്ല, രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ നമ്മള് അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പം എന്താ പറയുക, നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളത്. ഇപ്പൊ നമ്മള് ഒരു സിനിമയുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ കുറെ നാള് നിൽക്കുന്ന ഒരു പരിപാടി, മിക്ക ഒരു 2 വർഷം 3 വർഷം ഒക്കെ എടുക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും. ഇപ്പൊ ഇത് തന്നെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ 1 വർഷത്തിൽ പുറത്തായി, കാരണം കംപ്ലീറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് 1 വർഷം ആളാകുന്നു, കാരണം പല ഷെഡ്യൂളായിട്ടൊക്കെ ചെയ്തത്. അപ്പം ഇത്രയും സമയം നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഡയറക്ടർ നമ്മളായിരിക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ ഇതിൽ നിൽക്കുക. അപ്പൊ നമ്മളെ ഒരു റൈറ്ററിനോ ഒരു ഡയറക്ടർ എന്ന നിലയിൽ നമ്മുടെ എക്സൈറ്റ്മെന്റ് ഒരു ഘട്ടത്തിലും താപ്പോട്ട് പോവാതിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇതാണ്. അല്ലെ നമ്മൾ ആ എക്സൈറ്റ്മെന്റ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടാൽ നമ്മൾ ചെയ്യുന്ന പണിയെ ബാധിക്കും. അപ്പൊ എന്താ, നമ്മൾ സിനിമ ചെയ്യാൻ ഒരു കഥ അല്ലെങ്കിൽ സബ്ജക്റ്റ് ആലോചിക്കുന്ന സമയത്ത് ഇത് നമ്മൾ എത്ര നാളെ ഇത് നമ്മൾക്ക് നിലനിർത്താൻ അല്ല എക്സൈറ്റ്മെന്റ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് കിട്ടുമ്പോഴാണ് ആ സിനിമയിലേക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ പല സബ്ജക്റ്റ് ആലോചിക്കുമല്ലോ, പക്ഷെ അപ്പൊ അതുകൊണ്ട് എന്റെ രണ്ടാമത്തെ സിനിമ എന്ന നിലയിൽ എനിക്ക് കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റ് കൊണ്ടാണ് ഞാൻ പോയത്. ആ എക്സൈറ്റ്മെന്റ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്ന മുതൽ ഇന്ന് ഈ ഇന്റർവ്യൂ നിൽക്കുന്നിടം വരെ എനിക്ക് ആ എക്സൈറ്റ്മെന്റ് പോയിട്ടില്ല. ഇതൊരാള് കാണുമ്പോൾ എന്തെങ്കിലും അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളത്. ആ പ്രതീക്ഷയ്ക്കൊപ്പം സിനിമ വിജയിക്കട്ടെ എന്നാണ് നമ്മുടെ എല്ലാ സിനിമയിലെല്ലാം വിജയിക്കണം, എല്ലാ സിനിമകളും ഉണ്ടാകണം. സിനിമ മേഖലയിൽ സിനിമ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പണിയെടുക്കാം. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ മേഖലയിലും നമ്മളിപ്പോ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊമോഷൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു, സിനിമ ഉണ്ടാക്കി പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിനെ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാം ചെയ്തു. അടുത്തൊരു ഘട്ടം ഈ സിനിമ ഇനിയും പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് ആരും കാണാതെ പോകരുത്, അല്ലെങ്കിൽ ആളുകൾ അറിഞ്ഞില്ല അതുകൊണ്ട് കണ്ടില്ല എന്ന് പറയരുത്. അതും നമ്മൾ ചെയ്യാനുള്ള ചെയ്തു. ബാക്കി ഓഡിയൻസിന്റെ കയ്യിലാണ്. ആദ്യത്തെ ഷോ കഴിയുമ്പോൾ മുതൽ സിനിമയുടെ വിധി നിർണ്ണയിക്കുക. അപ്പൊ ആ സമയത്ത് ഓഡിയൻസിനെ സംബന്ധിച്ച് കണ്ട ഇഷ്ടമനുസരിച്ച് അത് വേറെ നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഞാനും എന്റെ കൂടെ സഹകരിച്ച് ആർട്ടിസ്റ്റുകളായിക്കോട്ടെ മറ്റേ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ നമ്മുടെ കോ പ്രൊഡ്യൂസർ എല്ലാവരും അതുപോലെ സഹകരിച്ചിട്ട് നമ്മുടെ പണി ചെയ്തിട്ടുണ്ട്. അല്ല, ഈ സിനിമ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തി ഈ പേര്. ആ രീതിക്ക് പ്രൊമോഷൻ നിങ്ങൾ, ഞാൻ ആ കാര്യത്തിൽ വലിയ ഇതോടുകൂടി പറയണം, നിങ്ങളുടെ പ്രൊമോഷൻ അത്രയും വലിപ്പത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെ പോയാലും നിങ്ങളുടെ വണ്ടികൾ കാണും, നിങ്ങളുടെ ടീഷർട്ട്, നിങ്ങൾ ഏത് ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലും നിങ്ങൾ ഒരു സ്ഥലത്ത് പോലും ഇല്ലാത്ത ഫേസ്ബുക്കിൽ കാണാൻ പറ്റില്ല. റീലായിട്ട് കാണുന്ന ഇവിടെ കൊച്ചിയിൽ കാണുന്നതാണ്. ഈ കൊച്ചി കാണാത്ത കാര്യങ്ങൾ പല സ്ഥലത്ത് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്രയും പ്രൊമോഷൻ ആ കാര്യത്തിലൊക്കെ നിങ്ങൾ മേപ്പടിയാന് ആണെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻ്റെ കാര്യത്തിൽ ഒരു കുറവില്ലായിരുന്നു. അത് സഹകരിക്കുന്നു, ആർട്ടിസ്റ്റുകൾ സഹകരിക്കുന്നുകൊണ്ടാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഗുണം കിട്ടുന്നത്. നമുക്കിപ്പം പ്രൊമോഷനാല് ഈ പറഞ്ഞ ഇപ്പൊ മേപ്പടിയാനൊക്കെ ചെയ്ത് നമ്മളിപ്പോ ഈ സിനിമ നമുക്ക് അതിനും ഈ പറഞ്ഞ നമ്മളോട് സഹകരിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് അതുപോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന നമ്മുടെ ഇതിനകത്ത് തന്നെ വിപിൻ ഉണ്ട്, ആതിര ഉണ്ട്, ഇവരൊക്കെ ഇതിലുണ്ട്. കഴിഞ്ഞ മേപ്പടിയാനും വിപിൻ ഞങ്ങളെല്ലാവരും നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ട്, അതായത് വേറെ സംബന്ധിച്ചപ്പോൾ ഒരു സാധാരണ ഇപ്പൊ ഒരു വ്യത്യാസം പറയാം, ഒരു സിനിമയ്ക്ക് വേറൊരു സിനിമയ്ക്ക് ഇപ്പം പ്രൊമോഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവരൊക്കെ വെക്കുമ്പോൾ ഓരോ ജോലി ആളെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർ ആ 2-3 മീറ്റിംഗിൽ ഇരുന്ന് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോകുന്നു. പക്ഷെ അതല്ല, ഇതൊക്കെ വെച്ചാൽ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉള്ളവർ. അപ്പൊ നമ്മൾ എന്ത് കാര്യം ഓരോ മിനിറ്റിലും നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, അത് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങനെ ടീം കൂടെ നമ്മുടെ കൂടെ ഉള്ളതും കൂടെ അതിന് വലിയ അഡ്വാൻറ്റേജ്. വാട്സാപ്പ് തുറക്കാൻ പറ്റില്ല, രാത്രി വിഭിന്ന മെസ്സേജുകൾ ഓരോ കണ്ടന്റ് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും. സത്യസന്ധമായിട്ട് പറയും, ഇന്നിവിടെ വന്നപ്പോ നാളെ ഇവിടെ ഇരുന്നപ്പോ തന്നെ നാളെ ഇട്ടിട്ടുണ്ട് പരാതി. ഇന്ന് നമ്മുടെ എഡിറ്ററും കോ പ്രൊഡ്യൂസർ ഷെമീർ രാവിലെ പറഞ്ഞോളൂ, പടത്തിന് എന്ത് സാധനം ഉണ്ടെന്ന് എനിക്ക് അയച്ചു തരണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിവിൻ അയക്കുന്നുണ്ട്, ഞാൻ എന്റെ നോക്കാറില്ല, അവൻ എല്ലാ സിനിമയും അയച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, മാർക്കറ്റിംഗ് ടീം എന്ന് പറഞ്ഞാൽ വലുത് തന്നെയാണ്. അതിനാണെങ്കിൽ പ്രൊമോഷൻ നമ്മളൊക്കെ വിളിക്കുമ്പോൾ ഒരു ടൈം ഫിക്സ് ചെയ്ത് ആ ടൈം കൃത്യമായിട്ട് പാലിച്ച് തന്നെ ഇന്റർവ്യൂസിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാം കൊണ്ട് ഒത്തുപോട്ടായി സിനിമ അല്ലേ? അല്ലെങ്കിൽ സിനിമകൾ പലതും വിജയിക്കുന്നു, പലതും പരാജയപ്പെടുന്നു അല്ലേ? പല സിനിമകൾ പ്രേക്ഷകർ സിനിമ കണ്ട് വിധി എഴുതുന്ന കൃത്യതയോടുകൂടിയായിരുന്നു. പണ്ടത്തെ പ്രേക്ഷകരിൽ നിന്ന് ഒത്തിരി മാറി പ്രേക്ഷകർ, സോഷ്യൽ മീഡിയയുടെ ഒരു വരവും എല്ലാം കൊണ്ട്. എങ്ങനെയാണ് ഒരു സിനിമയുടെ വിജയപരാജയം പ്രേക്ഷകരിൽ നിന്നുണ്ടാവുമ്പോൾ നിഖിലയ്ക്ക് തോന്നാറുള്ളത്? എങ്ങനെയാണ്? വെറുതെ റിവ്യൂ പറയുന്ന ആളുകളുണ്ടാവും, സത്യസന്ധമായ റിവ്യൂ പറയുന്നുണ്ട്. എങ്ങനെയാണ് നിഖില ഉൾക്കൊള്ളുന്നത്? സിനിമ നമ്മൾ ചെയ്യുന്നത് വരെ അത് നമ്മളുടെ കയ്യിലുള്ള ഒരു കാര്യമുള്ളൂ. അത് റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് ഹിറ്റാവുന്നത്, അല്ലെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന സിനിമകളാണ് ഹിറ്റാവുന്നത്. അതിപ്പോൾ ഇപ്പം ഇറങ്ങിയ സിനിമകളിൽ ഹിറ്റായ സിനിമകൾ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ ആയിരിക്കാം, പക്ഷേ ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് ഇഷ്ടമാവുന്നത് കൊണ്ടാണ് ആ സിനിമ ആൾക്കാർ പോയി തിയേറ്ററിൽ കാണുന്നത്, അത് വിജയിപ്പിക്കുന്നത്. അപ്പോൾ ജയം പരാജയം എന്നൊക്കെ പറയുന്നത് ഇപ്പം ഈ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിഷ്ണുവേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്യുന്നത്.
പിന്നെ ഇത് പിന്നെ ഇത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഇത്ര ചിലവാക്കി അല്ലെങ്കിൽ ഇത്ര ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചു എന്ന് പറയുന്നതൊന്നും അതിനുശേഷം വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിനുശേഷം അതെപ്പോഴും അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന സിനിമകളുടെ ഭാഗമാവുക എന്ന് വിചാരിച്ചിട്ട് സിനിമകൾ ചെയ്യാറുണ്ട് ഞാൻ. ഇപ്പം നുണക്കുഴിയൊക്കെ ഞാൻ ചെയ്തതാണെങ്കിൽ എനിക്കറിയാം ആ സിനിമയ്ക്കൊരു കമേഴ്ഷ്യൽ പ്ലേസ്മെൻ്റ് ഉണ്ട്. ആ സിനിമ ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. ആ സിനിമ അവരതിനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യും. ആ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണും. ഒരുപാട് ആൾക്കാർ കാണുന്ന സിനിമയിൽ അല്ലെങ്കിൽ ഒരു ഹിറ്റ് സിനിമ എന്ന് പറയുന്നതിൽ ഞാൻ പോയി ഒരു ചെറിയ റോൾ ചെയ്തു കഴിഞ്ഞാലും ആരും കാണാത്തൊരു സിനിമയിൽ ഞാനൊരു വലിയ റോള് ചെയ്ത് കഴിഞ്ഞാലും എനിക്കതിൽ വ്യത്യാസമുണ്ട്. കാരണം എൻ്റെ ആരും കാണാത്ത സിനിമ ആരും കാണില്ല, എൻ്റെ എഫേർട്ട് മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരുപാട് ആളുകൾ കാണുന്ന സിനിമയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ആഗ്രഹം കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളുടെ ഭാഗമാണെന്നാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് പോലുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളതേ നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളൂ. അല്ലാതെ നാളെ അത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് ഞാനത് നന്നായിട്ടല്ലേ ചെയ്തത് എന്ന് പറയുന്നത് നമ്മുടെ ആ പോയിന്റിന് അവിടെ പ്രസക്തിയില്ല. അതിനുശേഷം അതെപ്പോഴും അത് ഓഡിയൻസിൻ്റെയാണ് ആ സിനിമ. നമ്മൾ ഉണ്ടാക്കി കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് അതെന്താണോ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഓഡിയൻസാണ്. അപ്പോൾ അവർക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു, അവർക്ക് എന്ത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ്. അതൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സിനിമ ഇഷ്ടപ്പെട്ടില്ല, അത് അവരങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. അതെന്താ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാഞ്ഞ് ഞങ്ങളൊക്കെ അഭിനയിച്ചല്ലേ എന്നൊന്നും ഞാൻ പറയില്ല. എനിക്കത് ഓക്കെയാണ്. ഞാനത് ഉൾക്കൊള്ളും. കാരണം അത് പറഞ്ഞില്ല, അത് അവർക്കാണ് ഇഷ്ടപ്പെടുന്നത്, എനിക്കല്ല ഇഷ്ടപ്പെടുന്നത്. നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയാണ് നമ്മൾ സിനിമകൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന കഥ ഇപ്പോൾ നിഖില പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് വ്യക്തമായി, നമ്മൾ ചെയ്യുന്ന ചെറിയ കഥാപാത്രമാണെങ്കിലും അത് സിനിമ എന്തോരം ഓഡിയൻസ് ഏറ്റെടുക്കുമ്പോഴാണ് ചെറിയ കഥാപാത്രത്തിനും ഒരു വാല്യൂ വരുന്നുള്ളൂ. അപ്പം ചില സിനിമകളിൽ ഇപ്പോൾ നമ്മൾ ഇപ്പം നുണക്കുഴിയാണെങ്കിലും ശരി, ഇപ്പോൾ ജാതിജാതകമൊക്കെ വരുന്നതിൽ നമ്മൾ ആ സിനിമയുടെ പാർട്ടാവുന്നത് ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നുണക്കുഴിയിലാണെങ്കിൽ അവരെന്നെ വിളിക്കുന്നത് അത് ഇങ്ങനെ ഒരാൾ വന്ന് ചെയ്താൽ നന്നാവും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവർക്ക് ആ സിനിമ എൻ്റെ ബേസിക് ഇതെന്ന് പറയുന്നത് എനിക്ക് ഞാൻ ജീവിക്കുന്ന സിനിമ കൊണ്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന സിനിമ കൊണ്ടാണ്. അപ്പോൾ സിനിമയെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും ചെയ്യണം എന്നുള്ളത് തന്നെയുള്ളൂ. സപ്പോർട്ട് ചെയ്യണം, അത് തന്നെയാണ് ഏറ്റവും വേണ്ടതും. സിനിമ നമുക്കും സിനിമയാണ്, നമ്മളും സിനിമ കൊണ്ട് ജീവിക്കുന്നവരാണ്. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ സിനിമ കൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മൾ സിനിമയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ. തീർച്ചയായിട്ടും കുറേ കഥാപാത്രങ്ങൾ ചെയ്തു, നമ്മൾ പല വെറൈറ്റി കഥാപാത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല നല്ല കഥാപാത്രം കുറച്ച് ആളുകളായിട്ട് സിനിമയിൽ നിന്ന് മാറി നിന്നതുപോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താണ് അതറിയില്ല, ഒരു പക്ഷേ എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കൈൻഡ് ഓഫ് ചിത്രങ്ങൾ ചിലപ്പോൾ എന്നിലേക്ക് വരാഞ്ഞതുകൊണ്ടായിരിക്കാം. ലാസ്റ്റ് റിലീസ് ചെയ്ത തലവനാണ്. ഈ പറഞ്ഞതുപോലെ എനിക്ക് അധികം സ്ക്രീൻ സ്പേസോ കാര്യങ്ങളോ ഒന്നും തലവനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എനിക്കിഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത് ഞാൻ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇമോഷൻ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെയ്ത മൂവിയായിരുന്നു തലവൻ. അതങ്ങനെ തന്നെയാണ് ഭവിച്ചത്. കാരണം ചെറിയൊരു പോർഷൻ ആണെങ്കിൽ പോലും കണ്ടവരൊക്കെ വളരെ നല്ല അഭിപ്രായം എന്നെ പേഴ്സണലിയും അല്ലാണ്ടും പറഞ്ഞൊരു ചിത്രമായിരുന്നു അത്. അപ്പോൾ ഒരിക്കലും 2 മാസം അല്ലെങ്കിൽ 3 മാസമായി അല്ലെങ്കിൽ 6 മാസമായി എനിക്ക് സിനിമയൊന്നും ചെയ്തില്ല, അപ്പോൾ ഏതെങ്കിലും വന്നത് ചെയ്യാം എന്നുള്ളൊരു സംഭവം ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി എന്തോ എന്നിലേക്ക് വന്നിട്ടില്ല. എനിക്ക് വരുന്ന ചിത്രങ്ങളിൽ ഓക്കെ ഇതെനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ചെയ്താൽ നന്നായിരിക്കും, ഒരു സീനാണെങ്കിലും ഇത് കണ്ടിറങ്ങുമ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ അനുശ്രീ ചെയ്ത കഥാപാത്രം ഉണ്ടാകും എന്ന് തോന്നുന്ന ചിത്രങ്ങളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പം എത്ര നാളായി ഞാൻ പടം ചെയ്തു എന്നുള്ളൊരു ഗ്യാപ്പ് ഞാൻ ആലോചിക്കാറില്ല. ചിലപ്പോൾ അതൊക്കെ നോക്കണമായിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാർ മറന്നു പോകുമായിരിക്കാം, അറിയില്ല. പക്ഷെ എപ്പോഴും മുന്നേ മുതലേ എനിക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് അയ്യോ ഞാൻ 5-6 മാസമായല്ലോ പടം ചെയ്തിട്ട്, അല്ലെങ്കിൽ കയ്യിലെ കാശ് തീർന്നല്ലോ എന്ന് നോക്കിയിട്ട് മൂവി വന്നത് വരട്ടെ ചെയ്യാമെന്നുള്ള രീതിയിൽ ഇതുവരെ എന്തോ പടം ചെയ്യാൻ തോന്നിയിട്ടില്ല. ഇഷ്ടമാവുന്ന കഥാപാത്രങ്ങൾ അതിന് എന്തൊക്കെയാണെങ്കിലും ഓക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയ ആൾക്കാരായിരിക്കുമെന്നോ പേയ്മെന്റ് കുറവാണെന്നോ അതൊന്നും നോക്കാണ്ട് ചെയ്യാറുമുണ്ട്. ഈ സിനിമ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രം ചെയ്യുന്നു, സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന രീതിയിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുസരിക്കുന്നുണ്ടാകും? കാരണം വെച്ചാൽ പല രീതിക്കും അനുസരിയുടെ പ്രതികരണങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചാണ്, പ്രതികരണങ്ങൾ വരാറുണ്ട്. ഉണ്ടാവാം, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ എന്റെ പ്രവൃത്തികളോ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. സിനിമയിലും കുടുംബത്തിലും കൂട്ടുകാർക്കിടയിലും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അവർ മാറ്റി നിർത്തുന്നുണ്ടാവാം, എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി
എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയോ എൻ്റെ ചെവി കൊണ്ട് ഞാൻ ഒരാൾ പറയുന്നതോ ഞാൻ കേട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അതിനെ പറയാൻ അങ്ങനെ പറ്റില്ല. അയാൾ അല്ലെങ്കിൽ ഇന്നവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളതൊന്നും എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തികൾ ഇഷ്ടപ്പെടാണ്ട് മാറ്റി നിർത്തുന്നവരുണ്ടാവാം. അതൊന്നും അങ്ങനെ അറിയില്ല. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടോ എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടോ ഇല്ല. പക്ഷെ ഉണ്ടാവാം, ചിലപ്പം എവിടെയെങ്കിലും ഒക്കെ പേര് വരുമ്പോൾ അയ്യോ അനുശ്രീ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്നുണ്ടാവാം. ഇല്ലെങ്കിൽ എൻ്റെ പേര് വരാത്തടത്ത് പല ആൾക്കാർ എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. രണ്ടും സംഭവിക്കാം. രണ്ടുമുണ്ട്, ബാലൻസ് ചെയ്യുന്നു. പിന്നെ ബാലൻസ് ചെയ്ത് പോകണമല്ലോ. അതുകൊണ്ടൊക്കെയാണല്ലോ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ബാലൻസ് ചെയ്ത് പോയാൽ നിങ്ങൾ രണ്ടും ചേർന്നിരിക്കുമ്പോ ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടും ചേർന്നായിരിക്കണേ. നിങ്ങൾ രണ്ടുപേരും രണ്ട് രീതിക്കാണ് മുദ്ര കുത്തുന്നത്. സമൂഹത്തിൽ മുദ്ര കുത്തിയിട്ടുണ്ടല്ലോ. നമ്മളെന്തായാലും മുദ്രയെ കുത്തിയിട്ടുണ്ട്. എന്തൊക്കെയോ ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല, ഒത്തില്ല. അപ്പൊ പിന്നെ രണ്ടുപേരിലേക്ക് വാ. എന്താണ് വാ ചോദിക്കേ. അല്ല, ഞാൻ സമൂഹത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ടോ, സംഗി ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന രണ്ടുപേരും രണ്ട് രീതിക്ക്. മറ്റേതെന്താ പറയുന്നത്, കമ്മി, അതും കൂടെ കമ്മിയിലേക്ക് വരട്ടെ. സംഗി കമ്മി എന്നുള്ള മുദ്ര കുത്തുന്നുണ്ട്. അത് പല ഇതിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ കുത്തിയിരിക്കുന്ന നമ്മുടെ ജാനു നികേഷ് സാറും ഒക്കെ ഇരിക്കുന്ന ഒരു മീഡിയ ഇപ്പോഴും അത് പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിൽ പറഞ്ഞ ഞാൻ പറഞ്ഞ അങ്ങനെ മുദ്ര കുത്തുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടും ചേർന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന നിലയിൽ കാണുമ്പോൾ നമുക്കൊക്കെ അഭിമാനം. ഈ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിഖില. അതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അവർക്ക് എന്തും ആരെയും കുറ്റം പറയാവുന്ന കുറെ സമൂഹം, ഒരു ജോലിയും ഇല്ലാതെ കുറെ വാട്സാപ്പിൽ കയറി തോണ്ടിക്കൊണ്ടിരുന്നത് നമ്മൾ കുറ്റം പറയുന്നു. പക്ഷെ നിങ്ങൾ ചേർന്നിരിക്കണം, നമുക്കൊക്കെ സന്തോഷമാണുണ്ട്. ഞങ്ങളൊന്നും അങ്ങനെയല്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ തെളിയുന്നതെന്നാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ എപ്പോഴും ഒരു സ്നേഹം മാത്രമല്ലേ ഉള്ളൂ നിഖില. അല്ല, എൻ്റെ ഉള്ളിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്, ആരും അറിഞ്ഞില്ല. ഒരു മനുഷ്യനായ എല്ലാം വേണം. ഒരാൾക്ക് ഒരാളോട് സ്നേഹം ഉണ്ടാവുക എന്ന് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരാൾക്ക് പൊളിറ്റിക്സ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടി പൊളിറ്റിക്സ് ആവാം, അല്ലെങ്കിൽ ജീവിതത്തിനോടുള്ള പൊളിറ്റിക്സ് ആവാം. അങ്ങനെ എന്തിനോടുമുള്ളൊരു രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഉള്ളിൽ സ്നേഹം മാത്രമൊന്നുമല്ല. അതായത് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഇതൊക്കെ ഉണ്ട്, നിങ്ങളുള്ളിൽ ഇത് മാത്രമാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതായത് അങ്ങനെയല്ല എന്ന് കുറെ പേര് പറയണമെന്നുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ആണെന്ന് കുറെ പേര് പറയണമെന്നുണ്ടാവാം. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിനെപ്പറ്റി ബോധർ ചെയ്യുന്നില്ല. ഇതിനെപ്പറ്റി ബോധർ ചെയ്യുന്നത് ഒന്ന് മീഡിയ ആണ്, ഒന്ന് നിങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ കാണുന്ന ജനങ്ങളാണ്. ഞങ്ങൾ ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് സംഖ്യയാണോ എന്ന് ചോദിക്കാറില്ല, അല്ലെങ്കിൽ കമ്മിയാണോ എന്ന് ചോദിക്കാറില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ബേസിക്കലി ഒരാൾക്ക് ഒരു രാഷ്ട്രീയം പേഴ്സണൽ ചോയ്സ് ആണ്. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആയിട്ട് അംഗീകരിക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും ബുദ്ധിയുള്ള ആൾക്കാരാണ് ഞങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അത് ഈ പറയുന്ന ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടി പൊളിറ്റിക്സ് മാത്രമായിരിക്കണം എന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് എനിക്കറിയാം നിങ്ങൾക്ക് അങ്ങനെയാണോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും നമുക്ക് ഒരു ഇതുണ്ടാവുക എന്ന് പറയുന്നത് ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്. അപ്പം എനിക്ക് ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് എൻ്റെ ഒരു പൊളിറ്റിക്സ് ആണ്. അതെല്ലാവർക്കും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് പറയണം എന്ന് തോന്നുന്നത് എൻ്റെ പൊളിറ്റിക്സ് ആണ്. അതെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് സ്നേഹമില്ലാന്നോ അല്ലെങ്കിൽ തമ്മിൽ സൗഹൃദം ഇല്ലാന്നോ അങ്ങനെയൊന്നുമില്ല. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര കോറായിട്ട് അതിൽ വിശ്വസിക്കുന്നതും അത് അങ്ങനെ അല്ലെങ്കിൽ എന്തോ പറ്റിപ്പോകുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കേ ഉണ്ടാവുള്ളൂ. നമ്മൾ ബേസിക്കലി നമ്മൾ ആലോചിക്കുന്നതോ നമ്മൾ പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ അതല്ല. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ, ഇല്ലേ? എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇതിപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും ആൾക്കാർ ഇതൊക്കെ ആലോചിക്കുന്നവരുണ്ടല്ലോ, ഇതങ്ങനെ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കും അല്ലേ എന്നൊക്കെ. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവരുടെ ഒന്നും ആവശ്യമേ അല്ല ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് അറിയുന്നതോ, അല്ലെങ്കിൽ അതിനകത്ത് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയുന്നതോ അവരുടെ ആവശ്യമല്ല. ഇത് നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അവർക്കത് ഓക്കെ, എന്നാൽ പിന്നെ അങ്ങനെ ആയിരിക്കും, എന്നാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞേക്കാം എന്ന് ചോദിച്ചിട്ട് അത് കാണണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ് നിങ്ങളുടെ നെഗറ്റീവ് ജേർണലിസം. ഞങ്ങളുടെ അതാണ് നിങ്ങളുടെ പൊളിറ്റിക്സ്. അത് നിങ്ങളുടെ നെഗറ്റീവ് ജേർണലിസം. ഞങ്ങളുടെ പൊളിറ്റിക്സും നെഗറ്റീവ് ജേർണലിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നെഗറ്റീവാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുക. അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നമ്മളെല്ലാവരും സിനിമ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ ഇതേ മീഡിയ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നും പറയുന്നുണ്ട്.
സിനിമയിലുള്ള ആൾക്കാരെ പറ്റി പലതും പറയുന്നുണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. സംസാരിക്കാതെ പോകാൻ പാടില്ലല്ലോ. ബിക്കോസ് ഇത്രയും വലിയ വിഷയങ്ങളുണ്ടാവും സംസാരിക്കാതെ എല്ലാ പോകുന്ന കാര്യത്തിലും ഒരു സിനിമ അല്ല, ഇല്ല, നിഖിലേക്ക് എല്ലാ എന്ത് കാര്യത്തിലും കാര്യത്തിലും അങ്ങനെ ഒരു പ്രതികരിക്കുന്ന അല്ല, അഭിപ്രായം നിഖിലേക്ക് എന്ത് പറയുന്നത് കാര്യത്തിലും പറയുന്നുള്ളൂ ഇത്രയും വലിയ വിഷയം നമുക്ക് പ്രതികരിക്കാതെ പോകുന്നത് നിഖില പ്രതികരിക്കുകയും ചെയ്തു. അല്ല, എന്റെ പ്രതികരണം എന്ന് പറയുന്നത് എനിക്കത് ഒരിക്കലും നിങ്ങളുടെ TRP കൂട്ടാൻ വേണ്ടിയിട്ട് തരാനുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നാറില്ല. തീർച്ചയായും. അപ്പൊ എന്റെ പ്രതികരണം എനിക്ക് അറിയിക്കേണ്ടത് എന്റെ അസോസിയേഷനിലുള്ളവരോ അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടോ അല്ലേ, മീഡിയയോടോ ജനങ്ങളോടോ. മിണ്ടുന്നില്ലല്ലോ. അസോസിയേഷൻ മിണ്ടുന്നുണ്ടല്ലോ, മിണ്ടിട്ടില്ലേ? എന്ത് വേണ്ടി, എങ്ങനെ വേണ്ടി, എത്ര അപ്പൊ ഇതേ ആൾക്കാർ നിങ്ങൾ കുറച്ചു മുന്നേ പറഞ്ഞു നിങ്ങൾ ഇത്ര നേരം സിനിമയുടെ കൂടെ നിൽക്കായിരുന്നു എന്ന് പറഞ്ഞ അതേ സിനിമയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. വിഷയങ്ങളുടെ കാര്യത്തിൽ എതിർപ്പുണ്ട്. സിനിമയുടെ കൂടെ ഞങ്ങൾ അത് പ്രകടിപ്പിക്കാറുണ്ട്. അത് ഞങ്ങൾ മീഡിയയുടെ മുമ്പിലോ ജനങ്ങളുടെ മുമ്പിലോ പ്രകടിപ്പിക്കണം താല്പര്യമില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ഇത്രയും വലിയ ഇഷ്യൂ വന്നപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുദ്രവെച്ച് സീൽ കൊടുക്കുന്നു. അറിഞ്ഞോന്നറിയില്ല, കോടതിയിൽ നിന്ന് വലിയ വിമർശനം സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നു. സർക്കാർ എത്ര 4.5 വർഷക്കാലം ഇത് പൂഴ്ത്തിവെച്ചു എന്നുള്ള വിമർശനം ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഇരകളെ സംരക്ഷിക്കുന്നില്ല, വേട്ടക്കാരോടൊപ്പം നിൽക്കുന്നു എന്ന ചോദ്യങ്ങൾ സർക്കാർ ചോദിക്കുന്നു. എന്നിട്ട് WCC എന്ന് പറയുന്ന സംഘടന ഒരു രീതിക്കും സ്ത്രീകൾക്ക് വേണ്ടി എന്നും പ്രസംഗിക്കുന്ന WCC, ആർജവത്തോട് എന്നും പ്രസംഗിക്കുന്ന WCC എന്തുകൊണ്ട് അതിനകത്ത് കക്ഷി ചേരുന്നില്ല? സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു കക്ഷി ചേർന്നില്ല. ഇന്ന് ആർജവത്തോടുകൂടി ഒരു സ്ത്രീ മാത്രം, രഞ്ജിനി മാത്രമാണ് അതിനകത്ത് കക്ഷി ചേർന്നത്. അമ്മാ സംഘടന കക്ഷി ചേർന്നിട്ടില്ല. അമ്മാ സംഘടന കോടതി കക്ഷി ചേർന്നു. അപ്പം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് സ്ത്രീകളുടെ വിഷയമാണെന്ന്, സ്ത്രീകൾക്ക് വേണ്ട നീതി നടപ്പാക്കണമെന്ന് കോടതി പറയുമ്പോഴും അതിൽ കക്ഷി ചേരാൻ സ്ത്രീകൾക്ക് വേണ്ടി എന്നും പ്രസംഗിച്ചാണ് WCC പോലൊരു അംഗം WCC കക്ഷി ചേരാതെയും രഞ്ജിനി എന്നൊരു വ്യക്തി ഒറ്റയ്ക്ക് കക്ഷി ചേർന്നു ഈ സ്ത്രീകൾക്ക് വേണ്ടി. അപ്പോൾ ഇരട്ടത്താപ്പ് നടത്തുന്ന ഒരു വഴിക്ക് WCC പോകുന്നു. അമ്മ സംഘടന ചില കാര്യങ്ങൾ മൗനമായി പോകുന്നു. നിങ്ങൾ താരസംഘടനയിലുള്ളതാണെങ്കിൽ അമ്മ സംഘടന ചില കാര്യങ്ങൾ മൗനമായി പോകുന്നു. എന്നിട്ട് കോടതി നേരിട്ട് അമ്മയെ ഇതിനകത്ത് കക്ഷി ചേർക്കുന്നു. ആ നിലയിലേക്ക് വരെ ഇന്ന് കോടതി എത്തിയിട്ടുണ്ട്. മനസ്സിലായോ? ആ നിലയ്ക്ക് വരെ കോടതി എത്തിയിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളാണ് ഇവിടെ ഭൂരിഭാഗം സ്ത്രീകളാണ് ഈ മേഖലയിലുള്ളത്. ആ സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിഖില കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞതാണ്. നിഖില പറഞ്ഞതാണ്. അതിന് പ്രസ് മീറ്റ് വന്നപ്പോൾ ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞത് ചേട്ടൻ കേട്ടല്ലോ എന്ന് ചോദിച്ചത് ഞാൻ കേട്ടതാണ്. പക്ഷെ നിഖില പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയുന്നത് അത് നിങ്ങളുടെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. തീർച്ചയായും. ഇപ്പം നിങ്ങളുടെ തൊഴിലിടത്തിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളത് എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്, അത് നിങ്ങൾ ഒരിക്കലും പബ്ലിക്കലി വന്നിട്ടല്ല നിങ്ങൾ സംസാരിക്കുക അല്ലേ. നിങ്ങളുടെ തൊഴിലിടത്തിൽ നിങ്ങൾ ആദ്യം ഇത് ചർച്ച ചെയ്യുകയും അതേ പ്രൊസീജിയറാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നടന്നിരിക്കുന്നത്. സോ അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിൽ അത് നന്നായി നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 4 ദിവസം ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതിനകത്ത് കാണിക്കുന്ന കുറേ പരിപാടികളുണ്ട്. ആ പരിപാടികൾ എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാറില്ല. ചിലപ്പം അതായത് നിങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കും ഇതേ മീഡിയ ഇതേ ആക്ടേഴ്സിനെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളത് നാളെ അവരെ തിരിച്ചു പറയുന്ന സമയത്ത് അതായത് അതിൽ എന്താണ്, അതായത് ഇതിനകത്തൊരു കുറെ കാര്യങ്ങളിലുള്ള ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നതുണ്ടല്ലോ. ഇപ്പൊ ബേസിക്കലി ഈ ന്യൂസ് കാണുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് എന്താണ് സത്യം എന്ന് വിശ്വസിക്കാൻ പാടാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് സത്യമാണോ അത് നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ല, നിങ്ങൾ പറയുന്നത് നുണയാണോ അതും നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ല. ഞാൻ പറയുന്നത് മീഡിയയുടെ കാര്യമാണ്, വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ ആൾക്കാരെ പറ്റിയല്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു ന്യൂസാണ് നിങ്ങൾ എപ്പോഴും ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്തിനാണ് ആൾക്കാരുടെ അടുത്ത് പറയുന്നത്? അപ്പൊ അത് നിങ്ങളുടെ നെഗറ്റീവ് ജേർണലിസ്റ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. അടിച്ചേൽപ്പിക്കരുത്. അതായത് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കരുത്. നിങ്ങൾക്ക് ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം. നിങ്ങൾ അത് കൺഫ്യൂസ് ചെയ്യിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെ പറഞ്ഞ ഒറ്റ കാര്യത്തിൽ ഞാൻ എല്ലാവരും മുമ്പ് വെച്ച് യോജിക്കുന്നു. നിങ്ങളെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയൊക്കെ ഉള്ള തന്ത്രമാണ്. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഈ താരങ്ങൾ ഉപയോഗപ്പെടുത്തും. ഞാൻ കഴിഞ്ഞ ദിവസം വരെ നമുക്കറിയാവുന്ന പേഴ്സണൽ ബന്ധങ്ങൾ ഈ താരങ്ങൾക്കെതിരെ ഇത്രയും പറയുന്ന പല ചാനലുകാരെയും നമുക്കറിയാം. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ കൂട്ടിക്കോ. ഇവരുടെ അടുത്തേക്ക് പിന്നെ എന്തിനാണ് ഇവർ പോകുന്നത്? ഓണം പരിപാടിക്ക് വരുമ്പോൾ പോകുന്നു. അവിടെയും ഞാൻ അവരെയും കുറ്റപ്പെടുന്നു. ഇല്ല, ഞാൻ പറയുന്നത് ഞാൻ വളരെ ക്ലാരിറ്റിയിൽ പറയുന്ന കാര്യം, നിങ്ങൾ ചെയ്യിക്കുന്നത് നിങ്ങൾ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കുകയാണ്. ആ കൺഫ്യൂസ് ചെയ്യിക്കുക. നിങ്ങളൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയുക. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൃത്യമായ ധാരണ ചില മാധ്യമങ്ങളിൽ എടുത്ത് പറയേണ്ടത്. അതെ, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കൃത്യമായിട്ട് അറിയുമെങ്കിൽ കൃത്യമായിട്ട് പറയാം. കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ അതിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുത്. അങ്ങനെ ആയിരുന്നോ, അവരവിടെ പോയിരുന്നോ, വന്നിരുന്നോ, അതറിയാനാണ് ഞങ്ങൾ നിങ്ങളുടെ ചാനൽ കാണുന്നത്. അല്ലാണ്ട് ഞങ്ങൾ അവർ പോയിരുന്നോ, അവർ വന്നിട്ട് ഞങ്ങൾ പോയിരുന്നു എന്ന് പറയുന്നത് കാണാനല്ല. നിങ്ങൾക്ക് കൃത്യമായി അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഊഹാപോഹങ്ങൾ നിങ്ങൾ ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു തന്നെ പറയാം,
എപ്പോഴും ഇരകളുടെ കൂടെ എല്ലാവരും നിൽക്കുക. വേട്ടക്കാരനുണ്ടെങ്കിൽ സത്യമാണെങ്കിൽ അവരെ പുറത്തേക്ക് കൊണ്ട് അവരെ ശിക്ഷിക്കുക. മാതൃകാപരമായി ശിക്ഷ നടപടി ഉണ്ടാവുക. ഊഹാഭോഗത്തിൽ ആരെയും ഇപ്പോൾ പല ആളുകളും മഴ നനഞ്ഞ് നിൽക്കുകയാണ്. പല ആളുകളും ഹേമ കമ്മിറ്റി പല ആളുകളും മഴ നനഞ്ഞ് നിൽക്കുകയാണ്. അവർക്ക് എന്താണെന്ന് പോലും അറിയാം. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇന്ന് കോടതിയുടെ ഇടപെടൽ ഉണ്ടായേക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അമ്മയെ ഉൾപ്പെടെ കക്ഷി ചേർത്തിരിക്കുന്നത് എല്ലാവർക്കും ഇത് അറിയേണ്ട ബാധ്യത ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആർജവത്തോടുകൂടി മുന്നോട്ട് വേണം. അമ്മയിൽ ഭാരവാഹി ആകുന്നതൊക്കെ നിഖിലയൊക്കെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആർജവത്തോടുകൂടി സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. മത്സരിക്കുന്നുണ്ടോ? ഇല്ല. ഭാരവാഹിത്വം ഒന്നും വേണ്ട, സാധാ മെമ്പറായിട്ട് നിന്നാൽ മതി. ഇത്രയും ആർജവമുള്ളവരാണ് വരേണ്ടത് കേട്ടോ അമ്മയിലൊക്കെ. എങ്ങനെ? അല്ല, എനിക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് അല്ലെങ്കിലും ഈ പറയുന്ന ഒരു സ്ഥാനമാനങ്ങളോടും വലിയ താല്പര്യമുള്ള ഒരാളല്ല. നന്നായി നല്ല രീതിക്ക് പോട്ടെ അല്ലേ? അതാണ് നല്ലത്. ഇങ്ങനെ വേണം അല്ലേ? അത്ഭുതപ്പെട്ടു. എന്താണ് പറയുന്നത്? നന്നായിട്ട് പോട്ടെ. മറ്റേ പിന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞതാണോ അതോ നന്നായിട്ട് പോട്ടെ? അല്ല, അങ്ങനെയല്ല. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു. അല്ല, നിഖില കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിഖില ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് അതിലേക്ക് ആ റൂട്ടിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോയിട്ടു. ഞാൻ ചോദിക്കുകയും നിങ്ങൾ എന്തായാലും അത് ചോദിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾക്ക് അത് ചോദിക്കാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. അല്ല, ഇങ്ങനെ വേണം. കാര്യങ്ങൾ തുറന്നു പറയുന്നവരുണ്ടെങ്കിൽ തന്നെയാണ് സമൂഹത്തിൽ ഏറ്റവും നല്ലതെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഒരു മാതൃകയാണ് നിഖിലയൊക്കെ. നമ്മൾ ഉൾപ്പെടെ ഇരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ കുറ്റം പറയുമ്പോൾ അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് കേട്ടോ. സീരിയസ് ആയിട്ട് പറയാറില്ല. ഞാൻ ആ കുറ്റം ഏറ്റെടുക്കുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ്. ഞാൻ ചെയ്ത തെറ്റുകൾ ഏറ്റെടുക്കുക. ഇപ്പം നിങ്ങൾ ചോദിച്ചൊരു ഞങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറംലോകം അറിയുന്നില്ല. അത് മാധ്യമ സ്ഥാപനമായുണ്ട്. അവിടെ തന്നെ തീരുന്നു, അതിൻ്റെ ഉള്ളിൽ തീരുന്നു. എത്രയോ പ്രശ്നങ്ങൾ മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പ്രശ്നം വെച്ചൊരു TRP ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളൂ. അതാണ് പ്രശ്നം. പുറത്തുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് പറയാനും താല്പര്യമുള്ളൂ. നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അതാണ് പ്രശ്നം. അല്ല, ഇടയ്ക്കൊക്കെ ഒത്തിരി പുറത്ത് വന്നു കേട്ടോ. കുറച്ച് പുറത്ത് വന്നാലും നിങ്ങളായിട്ട് സ്വന്തമായിട്ട് TRP ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതിനെ വെച്ചിട്ട്. സെപ്റ്റംബർ 20 തീയതി തന്നെ അല്ലേ റിലീസ് വരുന്നത് അല്ലേ? എത്ര തിയേറ്ററുകളേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? തിയേറ്റർ ചാർട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ. മ്യൂസിക് പുതിയ ആളാണ് മ്യൂസിക് ഡയറക്ടർ അശ്വിൻ ആര്യൻ. പാട്ട് 3-4 പാട്ടുണ്ട്. പാട്ടുകളൊക്കെ അടുത്ത ദിവസത്തെ റിലീസ് ചെയ്യും. പിന്നെ ഓണക്കാലമാണ്. ഓണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്കൊരു 10-15 ദിവസത്തെ ഫെസ്റ്റിവൽ സീസൺ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓണം കഴിഞ്ഞ് ജസ്റ്റ് തിരുവോണം ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വെള്ളിയാഴ്ചയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. എത്ര സോങ് ഒക്കെയാണ്? സോങ് 4 സോങ് ഉണ്ട്. 4 സോങ് ആണോ ഉള്ളത്? പിന്നെ ഇത് കൂടാതെ ഇതിനകത്ത് നമ്മൾ പഴയ ഒരു പാട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെ നീ മറക്കുന്ന സിനിമയിലെ ദേവദാരു പൂത്തു എന്നുള്ള പാട്ട്. അത് പാട്ട് എന്നുള്ള മാത്രമല്ല, ഈ സിനിമയുടെ കഥയും ആ പാട്ടുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ആ രീതിയിലാണ് അത് ആ പാട്ടും ഭയങ്കര ഹിറ്റ് പാട്ടാണല്ലോ. ഹിറ്റ് പാട്ടാണ്. അതിപ്പോ വീണ്ടും നമ്മൾ ഇതിലൂടെ വരുന്നുണ്ട്. ഗായകർ പാടിയേക്കുന്നത് നിത്യാമൻ, കപിൽ, പിന്നെ അരവിന്ദ് വേണുഗോപാൽ, പിന്നെ മ്യൂസിക് ഡയറക്ടർ പാടിയിട്ടുണ്ട്. പിന്നെ കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന ആക്ടർ ഉണ്ട്, പുള്ളി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ വിദ്യാധർ മാസ്റ്റർ പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്. കളർഫുൾ ആയിരിക്കും അല്ലേ? കോസ്റ്റ്യൂം കാണുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. പ്രണയം ഒക്കെ ആയിട്ട്. എങ്കിലും കോളേജിൽ പഠിക്കുകയാണോ അതിനകത്ത്? നല്ല സൈക്കിളിൽ പോകാറുണ്ട്. അവിടെ സൈക്കിൾ കാണുന്നില്ല, ഞാൻ അവിടെയാ അതന്നെ സൈക്കിളിൽ പോവാത് അല്ലേ? നേരത്തെ പറഞ്ഞ ഈ പ്രണയ സിനിമകൾ കൂടുതൽ അഭിനയിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇതൊരു നേരത്തെ തുടക്കത്തിൽ നമ്മൾ പല രീതിക്കാണ് പ്രണയം എന്ന് പറഞ്ഞല്ലോ. നമുക്കൊരു പ്രണയ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ കോളേജ് ജീവിതം, സ്കൂൾ ജീവിതമൊക്കെ ഓടിയെത്താറുണ്ടോ? എങ്ങനെയാണ്? ക്യാമ്പസ് ജീവിതമൊക്കെ ഉണ്ടല്ലോ. ഇല്ല, എൻ്റെ ക്യാമ്പസ് ജീവിതമൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും സിനിമ ചെയ്യുന്നുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഈ കുറച്ച് ദിവസം കോളേജിൽ പോവുക, കുറേ ദിവസം സിനിമയിൽ അഭിനയിക്കുക, അങ്ങനെയാണ്. അപ്പം എനിക്ക് പ്രണയിക്കാൻ സമയമില്ല, സൗകര്യമില്ല. ആരെയും പ്രണയമായിട്ട് വന്നിട്ടുണ്ടോ? വേണ്ടെന്ന് വെച്ചു? വേണ്ടാന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് താല്പര്യമില്ല അതിനകത്ത്. അവർക്ക് താല്പര്യം ഉണ്ടാവും, എനിക്ക് താല്പര്യമില്ല. അവർക്കും താല്പര്യമില്ലേ? അവർക്ക് താല്പര്യം ഉണ്ടാവാം, എനിക്ക് താല്പര്യമില്ല. മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ മെസ്സേജ് അയച്ചു, കത്തയക്കും, മുഖത്ത് നോക്കി പറയും.
അവരെന്നോട് മുഖത്ത് നോക്കിയല്ലേ പറയണേ, അപ്പൊ ഞാൻ അവരോട് തിരിച്ചത് മുഖത്ത് നോക്കി പറയണ്ടേ? അതല്ല എൻ്റെ ഒരു മര്യാദ. എത്ര പേര് പ്രണയിക്കാൻ വന്നിട്ടുണ്ടോ അവര്? അറിയില്ല എനിക്ക്, ഞങ്ങള് ചോറിട്ട് വരട്ടെ. അറിയില്ല എനിക്ക്. പ്രണയം എല്ലാത്തിനും ഒരു പരിഹാരമാണ്. ആര് പ്രണയിക്കാതെ പറഞ്ഞു? മരുന്നാണ് എല്ലാത്തിനും ഒരു പരിഹാരം. പ്രണയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകല്ല. നമ്മളെ തന്നെ പ്രണയിക്കുന്നത് അല്ലേ? നമ്മൾ തന്നെ പ്രണയിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരേ കാലഘട്ടത്തിൽ. ആ പ്രണയം സാഫല്യമാവുന്ന ഒരു സിനിമയാകട്ടെ കഥ ഇന്ന് വരെ. ഈ കഥ സിനിമ കഴിഞ്ഞിട്ട് വീണ്ടും കഥ ഇന്ന് വരെ ഒന്ന് തുടരട്ടെ. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഹക്കിമേ, നാട്ടുകാരൻ കല്യാണം വിളിച്ചില്ല എന്ന് തുടങ്ങി നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? സിനിമയ്ക്കെങ്കിലും വിളിക്കും. സിനിമയ്ക്ക് വിളിക്കണുണ്ട്. വന്നോട്ടെ, എന്റെ അത് നിങ്ങളുടെ പരിപാടിയല്ലേ? അതാ ഞാൻ പറഞ്ഞത്. സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പരിപാടിയാണ്. അവരുടെ വീട്ടിലെ കല്യാണം, അവരുടെ വീട്ടിലെ പാല് കാച്ചതൊന്നും നിങ്ങളുടെ പരിപാടി. വിളിച്ചാൽ മാത്രമേ പോകാം. നിഖില വിളിക്കണം. എൻ്റെ കല്യാണത്തിനോ? ഞാൻ വിളിക്കില്ല. എൻ്റെ കല്യാണത്തിന് ഞാൻ തന്നെ പോകും. അതൊക്കെ നടക്കും. നടക്കേണ്ട സമയത്ത് എല്ലാം നടക്കും. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. കഥ ഇന്ന് വരെ സൂപ്പർ ഹിറ്റിലേക്ക് പോയി നമുക്ക് ഇതിന്റെ 50-ാം ദിവസവും 100-ാം ദിവസവും ഒക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം ജഗദീശൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജഗദീശൻ തരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. പിടിച്ച ഞാൻ ഇത് നിങ്ങൾ പ്രശ്നം നിങ്ങളായിട്ട് ഞാൻ നീ വേണ്ടി അത് കേൾപ്പിക്കേണ്ട കൂടെ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ജഗദീശേട്ടൻ. അവിടെ കൂടിക്കോ കേട്ടോ, ജഗദീശ് അവിടെ കൂടിക്കോ. ജഗദീശേട്ടൻ, ജഗദീശ്വരൻ, ജഗദീശ്വരൻ, ജഗദീശ്വരൻ. ഓക്കെ അല്ലേ? വിശ്വാസമുള്ളതല്ലേ? വാ, നമുക്ക് കുറച്ചു നേരം മാറി ഇരുന്ന് സംസാരിക്കാം. അവര് പൊക്കോട്ടെ. അപ്പൊ ഓക്കെ, സൂപ്പർ സിനിമ കേട്ടോ. തീർച്ചയായിട്ടും 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 സിനിമയുടെ കൂടെ ഒരു യാത്ര ഉണ്ടാവും. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം മാസോണം സീസൺ 2.